നമസ്കാരം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഈ ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ ശനി ഞായറും അവധി കൊടുത്തിട്ട് മറ്റുള്ള ദിവസങ്ങളിൽ അരമണിക്കൂർ രാവിലെയും വൈകിട്ടോ മറ്റോ കൂട്ടിക്കൊടുത്ത് അവരുടെ ജോലികൾ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നു. എത്ര പേര് വരും? എത്ര പേര് കൃത്യസമയത്ത് വരും? നിങ്ങളൊരു പഞ്ചായത്തിൽ പോയി എന്തെങ്കിലും ഒരെണ്ണം അടയ്ക്കാൻ കൃത്യസമയത്ത് 10 മണിക്ക് ആരെങ്കിലും ചെല്ലാറുണ്ടോ? ഞാൻ 5-8 വർഷം ഒരു പഞ്ചായത്തിൻ്റെ കീഴിലൊരു സ്ഥാപനത്തിൽ, അതായത് ഒരു ബിസിനസ് സ്ഥാപനം നടത്തിയ ഒരാളാണ്, പഞ്ചായത്ത് കെട്ടിടത്തിൽ. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും എനിക്ക് വാടക അടയ്ക്കാൻ പോകേണ്ടി വരാറുണ്ട്. അവിടെ ഈ 8 വർഷം ഞാൻ വാടക അടയ്ക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൽ പല പ്രാവശ്യവും എനിക്ക് അവരുമായിട്ട് അംഗം വെട്ടിയിട്ടാണ് ഇത് അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരെണ്ണം പോലും കൃത്യസമയത്ത് വരത്തില്ല. അതോ വന്നാലോ അവർക്ക് പോകുന്ന കാര്യത്തിൽ ഭയങ്കര കൃത്യത, അതായത് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുന്ന കാര്യത്തിലൊക്കെ കൃത്യതയാണ്. പറയുന്നത് അടച്ചാക്ഷേപിച്ചല്ല, അതും നിങ്ങൾ മനസ്സിലാക്കണം. അടച്ചാക്ഷേപിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 80% അങ്ങനെയാണ്, ഒരു 20% ഓക്കെയാണ് എന്നേ ഞാൻ പറയുള്ളൂ. 100-ൽ 100 ഒന്നുമില്ല, 80% ഉള്ളൂ ഓക്കെ അല്ലാത്തതും 20% ഓക്കെയാണ്. ഒരു പ്രാവശ്യം ഞാൻ കൃത്യം 12:30 1 മണിക്ക് ഇവർ കൗണ്ടർ അടയ്ക്കും ഉണ്ണാൻ വേണ്ടിയിട്ട്. പിന്നെ 2 മണിക്കേ വരുള്ളൂ. 2 മണി എന്ന് പറഞ്ഞാൽ 2:30 ആവാതെ നമ്മളങ്ങോട്ട് ചെല്ലണ്ട. അന്നത്തെ കാര്യവും തലേദിവസത്തെ കാര്യവും പോയ കാര്യവും വന്ന കാര്യം എല്ലാം തീർന്നെങ്കിലേ അവരവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ. ഇതിന് ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ എതിർപ്പും കൊണ്ട് വരും. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് ഈ പറയുന്നത്. എൻ്റെ അനുഭവം ഇതാണ്. നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അതിന് സന്തോഷമേ ഉള്ളൂ. എൻ്റെ 12:30 ആയപ്പോൾ ഞാൻ വാടക അടയ്ക്കാൻ ചെന്ന് നിന്നാണ്. അവിടെ ക്യാമറ ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 12:30 ചെന്നപ്പോൾ 1 മണി ആയപ്പോഴത്തേക്ക് മോളിൽ നിന്നൊരു ഇത്താ വന്ന് പറയുകയാണ്, 1 മണിയായി, പെട്ടെന്ന് നിർത്തി, ബാക്കിയുള്ളവരോട് പിന്നെ വരാൻ പറ, ചോറിനാൻ പോകാമെന്ന്. ഞാൻ ചോദിച്ചേ അതെന്നെ ഏർപ്പാടാ? പിന്നെ ഞാൻ ഈ 12:30 വന്ന് നിന്ന് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് 2 മണിയാകുമ്പം ഡെസ്കിൽ വന്നില്ലെങ്കിൽ സാറ് വഴക്ക് പറയുമെന്ന്. ഒന്ന് ഓർത്ത് നോക്കി അവരുടെ ധാർഷ്ട്യം. അതായത് ഇത്രയും നേരം അരമണിക്കൂർ ക്യൂ നിന്ന് എൻ്റെക്ക് എത്താറായ ഒരു മനുഷ്യൻ അവിടെ നിന്ന് മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാൻ 12:30 വന്നാൽ എൻ്റെ അടിക്കാതെ പോകാൻ പറ്റത്തില്ല, പോവുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം ഈ എടുക്കുന്ന പെങ്കൊച്ചിന് എന്തോ ഒരു ഇനി എന്താണെന്ന് അറിയില്ല, ഞാൻ അത്രയും ധാർഷ്ട്യത്തിൽ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ആ കൊച്ചു പറഞ്ഞു, ചേച്ചി പൊക്കോ, ഞാൻ വന്നേക്കാം, ഇതോടെ എടുത്തിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. 1 മണി വരെ, ഇനി 12:59 വരുന്നതെങ്കിലും അവരുടെയും കൂടെ എടുത്തിട്ട് പോകാനുള്ള മര്യാദ അവർ കാണിക്കണം. നമുക്കറിയാം ഒരാൾക്ക് ചോറുണ്ണാൻ എത്ര സമയം വേണമെന്ന്. ഓക്കെ, 1 മണിക്കൂർ അവർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച സമയം അവരെടുത്തോട്ടെ. പക്ഷേ എങ്കിൽ വന്ന് നിൽക്കുന്ന ഈ പബ്ലിക്കിനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതും അവരുടെ ധാർഷ്ട്യമാണ്. 1 മണിയാകുമ്പോൾ ഓട്ടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വരുവാണ്, എന്നിട്ട് പറയുകയാണ് നിർത്തി, ക്ലോസ് ചെയ്യ്, നമുക്ക് കഴിച്ചിട്ട് വരാമെന്ന്. ഒന്ന് ഓർത്ത് നോക്കി. ഒരിക്കൽ പോലും എനിക്ക് അവിടെ പോയി വഴക്ക് പിടിക്കാതെ ഒരു തരത്തിലും. അതേപോലെ തന്നെ ഈ കൊറോണ സമയത്ത് 2 മാസത്തെ ഇളവ് കിട്ടി. തൊട്ടപ്പുറത്ത് ലൈബ്രറി ഉണ്ട് പഞ്ചായത്തിൻ്റെ. ആ പഞ്ചായത്തിൻ്റെ ലൈബ്രറിയിൽ ഒരു സ്റ്റാഫ് വന്നിപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമാണ്. അപ്പം എന്തോ ചെന്നപ്പം എന്നോട്, ഞാനൊന്നും പറഞ്ഞില്ല, എന്നോട് ഇങ്ങോട്ട് ചോദിക്കണം, നിങ്ങളല്ല വാടക അടയ്ക്കാത്തതെന്ന്. ഞാൻ ചോദിച്ചാൽ എന്തിനാണ് വാടക അടയ്ക്കുന്നത്? പിന്നെ വാടക അടയ്ക്കാമെന്ന് കട നടത്തുന്നത് ഒരു പെങ്കൊച്ചാണ്. ഭയങ്കര ധാർഷ്ട്യത്തിലാണ് ചോദിക്കുന്നത്. നമ്മളവരുടെ കീഴ്ജീവനക്കാരെന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്തുവാ ഇനി കീഴ്ജീവനക്കാരായിക്കോട്ടെ, അവരോട് അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് വാടക അടയ്ക്കുന്നത്? പിന്നെ വാടക അടയ്ക്കാതെ എങ്ങനെ കട നടത്തുന്നത്? ഞാനിപ്പം ഒന്നും മിണ്ടിയില്ല. ഞാൻ അകത്ത് ചെന്നിട്ട് എനിക്കറിയാം ഇങ്ങനൊരു സംഭവം വരുമെന്ന് എനിക്കറിയാം. ഗവൺമെൻറ് 2 മാസത്തെ വാടക കൊടുക്കണ്ട, ഈ അടച്ചിട്ടിരുന്നവർ കൊടുക്കണ്ട എന്നൊരു സർക്കുലർ ഇറക്കിയിരുന്നു. ഞാൻ എനിക്ക് പറഞ്ഞൊരു കൂട്ടുകാരുള്ളതുകൊണ്ട് അവരെ കൊണ്ട് ഞാനത് എൻ്റെ കോപ്പി എടുപ്പിച്ച് അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് കയ്യിലോട്ട് കൊടുത്തു. നിങ്ങൾക്കിത് കിട്ടിയില്ല എന്ന് ചോദിച്ചു. അവരതറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു വേണ്ട, വെച്ചോ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് വെച്ചോ. ഇതുകൊണ്ടാണ് ഞാൻ വാടക അടയ്ക്കാത്ത 2 മാസത്തെ. പിന്നീട് ഇത് എല്ലാ മാസവും ആഴ്ചയിൽ 1-2 പ്രാവശ്യം കയറി ഇറങ്ങി 9-ാം മാസമാണ് എനിക്ക് ബാക്കി വാടക അടയ്ക്കാൻ സാധിച്ചത്. അവർ പറയുന്നത് നിങ്ങൾ അതും കൂടെ കൂട്ടി അടയ്ക്കുക, വർഷാവസാനം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഞാൻ അടയ്ക്കണോ? ഇവരിങ്ങനെ പറയുന്നു. ഒരു കാരണവശാലും ചേച്ചി അടയ്ക്കൽ, ഒരിക്കലും അത് വർഷാവസാനം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല എന്ന് എന്നോട് പഞ്ചായത്തിലുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്. എനിക്കറിയാവുന്ന വേറെ പഞ്ചായത്തിലെ ആൾക്കാർ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഇവർക്കിതൊന്നിനെക്കുറിച്ചും അറിയില്ല. 9 മാസം ഞാൻ 9 മാസം കഴിഞ്ഞിട്ട് അടച്ചു എന്ന് മാത്രമല്ല, ആ 9 മാസത്തെ ഈ വാടക കുടിശ്ശികയുടെ പലിശ ഞാൻ അടയ്ക്കേണ്ടി വന്നു. എൻ്റെ കയ്യിലെ കുറ്റമല്ല, ഈ സ്റ്റാഫിൻ്റെ കയ്യിലെ കുറ്റം കൊണ്ട്. അതും എഴുതി തന്ന ഈ പറഞ്ഞ വാടക എന്ന് പറയുന്ന ഭൂലോക മണ്ടത്തരമായിരുന്നു. അതായത് 12 മാസത്തെ നമ്മൾ വാടക അടയ്ക്കുന്നു ഒരുമിച്ച്. ഓക്കെ, അപ്പോൾ 12-ാം മാസത്തെ വാടക ഇപ്പോൾ 5%, 5 × 12 മാസം നമ്മളത്തെ കണക്ക് കൂട്ടണം. ശരിയല്ലേ?
12 മാസമാണ് നമ്മൾ കുടിശ്ശിക വരുത്തിയെങ്കിൽ ആ 12 അതിൻ്റെ 5% കാണണം. എന്നിട്ട് 12 മാസത്തെ നമ്മൾ വാടക കണക്കാക്കണം. ഈ ചെറുക്കൻ എനിക്ക് ചെയ്തു തന്നത് ഈ 9 മാസത്തെയും 12 വെച്ച് അങ്ങ് കൂട്ടി. എത്ര രൂപയുടെ വ്യത്യാസം വന്നു? 1500-2000 രൂപയുടെ വ്യത്യാസം എനിക്ക് ആ പലിശയ്ക്കകത്ത് വന്നു. അപ്പോൾ എനിക്കിത് കണ്ടപ്പം മനസ്സിലായി ഇത് തെറ്റാണെന്ന്. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ മാസം ഞാൻ അടയ്ക്കാത്ത വാടകയ്ക്ക് 12 മാസത്തെ പലിശ അടയ്ക്കേണ്ട കാര്യമുണ്ടോ? ആ ഒരു മാസത്തെ പലിശ ഞാൻ അടച്ചാൽ പോരെ എന്ന് അവനോട് ചോദിച്ചപ്പം എന്നോട് സെക്രട്ടറി ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ സെക്രട്ടറി, അപ്പം ഞാൻ എൻ്റെ ഈ കണക്ക് എൻ്റെ ഇതുപോലൊരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എഴുതിപ്പിച്ചിട്ട് ഈ കണക്ക് നിങ്ങളുടെ സെക്രട്ടറിയെ കൊണ്ട് കാണിച്ചിട്ട് പോയാൽ എന്നിട്ട് ഏതാ ശരിയെന്ന് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. അത്ര മണ്ടന്മാർ ഉള്ള പഞ്ചായത്തുകളും സ്ഥാപനങ്ങളും ഇപ്പോഴും നമ്മുടെ ഉണ്ട്. അപ്പോൾ ഇവരിത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പറഞ്ഞ പോലെ വോട്ട് ബാങ്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ ആയിരിക്കും. അവരുടെ ഒരു ഇതും ഒന്നും കുറയ്ക്കാൻ പാടില്ല. അതൊന്നും കുറയ്ക്കാതെ അവർക്ക് 2 ദിവസത്തെ ഇപ്പം എല്ലാ ശനി ഞായറും അവർക്ക് അവധിയാണ്. ഈ വന്നിട്ട് എത്ര പേരാണ് ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും ഒക്കെ വരുന്നവരുണ്ട്. അവർ വന്ന് അപ്പോൾ ഒപ്പിടുന്നു, പിന്നെ ഒരു മാസത്തിൽ അടുത്ത ട്രാൻസ്ഫർ വരുന്നവരെ അവർ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുക. ക്യാഷ്വൽ ലീവോ അല്ലാത്ത ലീവോ ഒക്കെ എടുത്ത് അവർ വീട്ടിൽ ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ജനങ്ങളെ പിഴിയാൻ വേണ്ടി, അത് ജനങ്ങളുടെയും കൂടെ ഒരാൾ പോലും ചിന്തിക്കുന്നില്ല. ഈ 80% ഒരെണ്ണം പോലും ചിന്തിക്കുന്നില്ല ഈ ജനങ്ങളുടെ കാശ് കൊണ്ടുകൂടാണ് ഇവർക്ക് ഈ ശമ്പളം കൊടുക്കുന്നതിനെക്കുറിച്ച്. വളരെ മോശം രീതിയിലുള്ള പെരുമാറ്റമാണ് മിക്കയിടത്തും ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല അഭിപ്രായമുള്ളവരുണ്ടാകാം കേട്ടോ, അവരെ ഞാനൊന്നും പറയുന്നില്ല. അത് സന്തോഷം, അവർക്ക് അങ്ങനെ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യണമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. പക്ഷേ ഇതല്ലാത്ത കുറേ എണ്ണമുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നുകൂടെ ഒന്ന് വളമാകത്തേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ചീത്ത വിളിക്കേണ്ടവർക്ക് ചീത്ത വിളിക്കാം. എൻ്റെ അനുഭവം ഞാൻ പച്ചയായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് വേണേൽ ആരോടും, ഇതറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ, ഒരു വിഷയമില്ല. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.